പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അന്വേഷണം NIA-ക്ക് കൈമാറി ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയിരിക്കുന്നു. ഭീകരാക്രമണം നടന്ന അന്ന് മുതൽ NIA സംഘം പഹൽഗാമിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, നേരത്തെ തന്നെ NIA സംഘം പഹൽഗാമിൽ എത്തിയതാണ്. ഇതിപ്പോൾ ഉത്തരവ് ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ NIA അന്വേഷണം ഏറ്റെടുക്കുന്നു. ഏത് ടീമാണ് അന്വേഷിക്കുക? അത്തരം വിശദാംശങ്ങൾ ഈ ഉത്തരവിലുണ്ടോ? പ്രജിൻ, നമുക്കറിയാം പഹൽഗാമിൽ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ NIA സംഘം 2 സംഘങ്ങൾ ജമ്മു കാശ്മീരിലേക്ക് എത്തുകയും ഒന്ന് ശ്രീനഗറിലും ഒന്ന് പഹൽഗാമിലും എത്തുകയും അവിടെ വിവരശേഖരണമൊക്കെ നടത്തിയതാണ്. ഇപ്പോഴും NIA സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് പകൽ പോലും ഈ ഭീകരാക്രമണത്തിൽ മരിച്ച അവളുടെ വീട് കൊൽക്കത്തയിൽ ചെന്ന് ആ വീട്ടിൽ ചെന്ന് സന്ദർശിക്കുകയും അവിടെ നിന്ന് ഒപ്പമുണ്ടായിരുന്നവരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് NIA സംഘം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നേരത്തെ തന്നെ തുടങ്ങിയതാണ്. പക്ഷേ ഔദ്യോഗികമായി ഈ ഒരു ചുമതല ഏൽപ്പിക്കുന്ന നടപടിക്രമമാണ് ഇന്നിപ്പോൾ ഉണ്ടായത്. ആഭ്യന്തര മന്ത്രാലയം NIA-ക്ക് ഇന്നിപ്പോൾ ഔദ്യോഗികമായി ഈ കേസ് കൈമാറി. ഇതോടെ NIA പ്രാദേശിക പോലീസിൽ നിന്ന് ആദ്യം കേസെടുത്ത പോലീസിൽ നിന്ന് FIR വിവരങ്ങളും കേസ് ഡയറിയും അടക്കമുള്ള രേഖകളൊക്കെ തന്നെ സ്വീകരിക്കുകയും ഔദ്യോഗികമായി സ്വീകരിക്കുകയും അതിനൊരു ഔദ്യോഗിക സ്വഭാവം കൈവരികയും ചെയ്യുകയാണ്. ഏതായാലും ഇതിനോടകം തന്നെ ഈ ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളെ എല്ലാം തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ വീടുകളും മറ്റും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. അവരെ കൂടി കണ്ടെത്താനുള്ള ശ്രമം സുരക്ഷാ സേനകൾ നടത്തുന്നുമുണ്ട്. അതോടൊപ്പമാണ് NIA-യുടെ അന്വേഷണവും മുന്നോട്ട് പോകുന്നത്. പാകിസ്ഥാന്റെ പങ്കടക്കമുള്ള പ്രാഥമികമായ വിവരങ്ങളൊക്കെ NIA-ക്ക് ലഭിച്ചതാണ്. കൂടുതൽ വിവരശേഖരണവും തെളിവ് ശേഖരണവും ഒക്കെയാണ് NIA തുടർന്നുള്ള അന്വേഷണത്തിൽ ഉദ്ദേശിക്കുക. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് ഡൽഹിയിൽ വിശദാംശങ്ങൾ നൽകിയത്.